ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു ദുരന്തത്തിനും അതിന് പല ഘട്ടങ്ങളുണ്ടല്ലോ. ആ ദുരന്തം സംഭവിച്ചതിന് ശേഷമുള്ള ആദ്യഘട്ടത്തിലെ രക്ഷാപ്രവർത്തനം. എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഒരുപക്ഷെ എവിടെയെങ്കിലും അനുകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സ്റ്റാൻഡേർഡിൽ ഒരു ഘടകമായി നമ്മൾ കണ്ടത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അക്രോസ് ഓൾ പാർട്ടീസ്. എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതൊരു ബ്യൂറോക്രാറ്റിക് അഫെയർ ആയിരുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലൊരു ഉദ്യോഗസ്ഥൻ മാത്രം തീരുമാനിച്ച രക്ഷാപ്രവർത്തനമല്ല നമ്മൾ കണ്ടത്. പകരം വിൽ പവറോട് കൂടി ഇറങ്ങി, ഇച്ഛാശക്തിയോട് കൂടി ഇറങ്ങിയ മന്ത്രിമാർ, MLA ടി സിദ്ദിഖാണെങ്കിലും IC ബാലകൃഷ്ണൻ ആണെങ്കിലും, പ്രതിപക്ഷത്തുള്ള 2 മണ്ഡലങ്ങളാണ് അടുത്തുള്ളത്. അതിൽ ടി സിദ്ദിഖിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. രാവിലെ മുതൽ ടി സിദ്ദിഖ് അടക്കമുള്ളവർ ആ മേഖലയിലുണ്ട്. പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. മന്ത്രിമാർ നിമിഷ നേരം കൊണ്ട് മീറ്റിംഗ് കൂടുന്നു. 6:30 മുഖ്യമന്ത്രി അവലോകന യോഗത്തിനെത്തുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് കേന്ദ്രം പൂർണ്ണ പിന്തുണ. പ്രധാനമന്ത്രിയുടെ കോള് വരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ജോർജ് കുര്യനെ അവിടത്തേക്കൊരു NDA പ്രഖ്യാപിക്കുന്നു, പ്രതിനിധിയായിട്ട് തീരുമാനിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് മിനിറ്റുകൾക്കുള്ളിലാണ്. 4 മണിക്ക് ദുരന്തത്തിൻ്റെ വാർത്ത താഴെ മുടിയിലുള്ളവർ അറിയുന്നു. 5 മണിക്ക് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അറിയുന്നു. നമ്മൾ ഓൺ എയർ ആവുന്നു. അതിൽ നിന്ന് 1.5 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തൊരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറായി. അതിനുശേഷം നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോടല്ല, മന്ത്രിമാരോടാണ്. നമ്മളോട് സംസാരിക്കുന്നതും നമ്മളുടെ ആളുകളുടെ വിളി കേട്ട് മറുപടി പറയുന്നതും പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി പറയാണ്, യു ഹാവ് ടു ഗോ, അതാണ് ഇതാണ്. വളരെ പെട്ടെന്ന് കൺട്രോൾ റൂമിൽ നിന്ന് മിനിസ്റ്റേഴ്സ്, അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് പേരെടുത്ത് പറയേണ്ടത് അവിടെ ആദ്യം എത്തിയ K. രാജൻ മിനിസ്റ്റർ, ഒപ്പം തന്നെ മുഹമ്മദ് റിയാസ്, കേളു മിനിസ്റ്റർ, അല്ലേ, വാസവ മിനിസ്റ്റർ, AK ശശീന്ദ്രൻ മിനിസ്റ്റർ. ഇത്രയും പേരാണല്ലോ അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് ബാക്കിയുള്ളവർ എത്തിച്ചേരുന്നത്. ഇവരവിടെ എത്തി കൺട്രോൾ റൂമിൽ നിൽക്കുമ്പോൾ വീണ്ടും മണ്ണിടിയാണ് എന്ന് പറഞ്ഞാൽ ആ ലീഡേഴ്സ്, ഒപ്പം സിദ്ദിഖും ഈ പറയുന്ന ആളുകളുമെല്ലാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ സ്റ്റാൻഡേർഡ് തന്നെയാണ്. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ഇതിന് ഓപ്പറേഷൻ ഇറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ആദ്യം അവിടെ ചെല്ലുന്ന 17 പേരാണ് രക്ഷാപ്രവർത്തനത്തിന്. അതിൽ 12 പേര് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിൻ്റെ ആൾക്കാർ, 2 റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ. പിന്നെ നമ്മളിന്ന് കാണിച്ചു ദൃശ്യങ്ങൾ, നമ്മളിന്ന് പോയപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ കാണിച്ചു. ഒരു ഫോറസ്റ്റ് ഓഫീസിലെ, മേപ്പാടി ഫോറസ്റ്റ് ഓഫീസിലെ ജീപ്പിൻ്റെ വെളിച്ചത്തിലാണ് ആദ്യത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അവിടെ JCB ഓടിക്കുന്ന ബാബുവും സംഘവുമാണ് ആദ്യം വന്ന് മണ്ണ് നീക്കുന്നത്. അവിടെയുള്ള സാധാരണക്കാരെ ടാക്സി ഡ്രൈവർമാർ വന്നിട്ടാണ് അവിടെയുള്ളവരെ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം 6 മണിയാകുമ്പോഴേക്ക് അവിടെ നടന്നു കഴിഞ്ഞു. ആദിവാസി കുടുംബത്തെ രക്ഷിച്ച ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരാണ്. അവർ ചേർത്ത് പിടിച്ച കുഞ്ഞിരിക്കുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, അത് ഒരു സിസ്റ്റത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്. ഞാൻ അതാണ് പറഞ്ഞത്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ നേതൃത്വം, ഒപ്പം അതിൻ്റെ കീഴിൽ എണ്ണയിട്ട മെഷീൻ പോലെ പ്രവർത്തിച്ചിരിക്കുന്ന സ്റ്റാഫും ഗവൺമെൻറ് മെഷീനറിയും, ഇൻക്ലൂഡിങ് ആർമി, നേവി, കോസ്റ്റ് ഗാർഡ്, ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ. ഞാൻ ഏതെങ്കിലും പേരെടുത്ത് പറഞ്ഞാൽ വിട്ടുപോകുന്നുള്ളതുകൊണ്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പിന്നിൽ അണിനിരുന്നു കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. അതിനോടൊപ്പമാണ് സന്നദ്ധ സംഘടനകൾ. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയൊരു അനുഭവമുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ. അവിടെ നിൽക്കുന്ന സമയത്ത് രാവിലെ ഞാൻ, നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്, അന്ന് എത്തുന്ന രാവിലെ 6 മണിക്ക് എത്തുമ്പോൾ ഈ വടിയും കുത്തിപ്പിടിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർ, പല കുപ്പായങ്ങളിട്ട മനുഷ്യർ അവിടേക്ക് ഇങ്ങനെ ക്യൂ നിൽക്കുക. അതായത് നമ്മൾ അവിടെ വണ്ടി ഇട്ടിട്ട് പോകേണ്ട 1.5 കിലോമീറ്റർ, സാധാരണ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ക്യൂ ആയിട്ട് പോകുന്നവർ. ഈ പള്ളിയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, മാരാമൺ കൺവെൻഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന കുരിശ് ചുമക്കാൻ പോകുമ്പോഴോ നമ്മൾ കണ്ടിട്ടുണ്ട്. പള്ളിയിൽ മക്കയിൽ പോകുന്ന ആൾക്കാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യൂ നിന്ന് വടിയും കുത്തി മനുഷ്യർ പോകുന്നത് തീർത്ഥാടനം പോലെ രക്ഷാപ്രവർത്തനത്തിന്, രക്ഷപ്പെടുത്താനും മൃതദേഹങ്ങൾ തിരയാനും വേണ്ടി ചെറുപ്പക്കാർ വന്ന് നിൽക്കുന്നു. അവർക്ക് ഭക്ഷണവുമായിട്ട് നിൽക്കുന്നു. ആ ഘട്ടത്തിൽ എനിക്കൊരു കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായി അവിടെ. ആ വിവാദത്തിന് അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. ഞായറാഴ്ച കൂടുതൽ ആളുകൾ അവിടെ വന്നു എന്നുള്ളത് സത്യമാണ്. ബെയിലി പാലത്തിനപ്പുറത്തേക്ക് ധാരാളം സന്നദ്ധ പ്രവർത്തകരെത്തി. അവർക്ക് അന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. ദാറ്റ്സ് എ ഫാക്ട്. അവിടെ ഉപ്പുമാവായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. ബ്രെഡ് കൊടുത്തിരുന്നത് മറ്റ് സ്വകാര്യ സന്നദ്ധ പ്രവർത്തകരുമായിരുന്നു. ആ ബ്രെഡിൽ എന്തോ പൂപ്പലുണ്ടായിരുന്നു. ഒരു ബ്രെഡിൻ്റെ ഒരു പാക്കറ്റിൽ പൂപ്പലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ആ സമയത്ത് ആ പള്ളിയുടെ താഴത്തെ അവിടെ വെച്ച് കൊടുത്തൊരു സ്ഥലത്താണ്. അത് ശരിയാണ്, അങ്ങനെ നമ്മളുടെ പരാതി പറഞ്ഞു, ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ വാർത്തയാക്കിയത്. പക്ഷേ അതൊരു വലിയ വിവാദമാക്കേണ്ടതില്ലെന്ന് അപ്പോൾ തന്നെ മിനിസ്റ്റർ ഇടപെട്ട് അത് പിൻവലിച്ചു. എനിക്കൊന്ന് സുജയുടെ ബുള്ളറ്റിനിലാണ് മിനിസ്റ്റർ പറയുന്നത് സന്നദ്ധ സംഘടനകൾക്കും കൊടുക്കാം, പക്ഷേ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഒരു മേൽനോട്ടത്തിലാവണം. അതൊരു സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് ആണ്. ശരി, പക്ഷേ അവിടെ ഒരു അനാവശ്യമായൊരു കൺഫ്യൂഷൻ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അത് പക്ഷേ വളരെ പിന്നീട് സ്വയം പര്യാപ്തം എന്ന നിലയിലേക്ക് പോയി. കാറ്ററിംഗ് അസോസിയേഷൻകാർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ
ആൾക്കാർ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഇപ്പോൾ അവിടെ എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ട് പറയാനാണ്. അപ്പോൾ നാഷണൽ കലാമിറ്റി ആയിട്ട് എന്തുകൊണ്ട് കേന്ദ്രം പ്രഖ്യാപിക്കുന്നില്ല എന്നൊരു വിവാദം വരും. ആ ഒരു വിവാദത്തിന് അടിസ്ഥാനമേ ഇല്ല. കാര്യം നാഷണൽ കലാമിറ്റി എന്നൊരു പദപ്രയോഗമില്ല നിയമപരമായി. പകരമുള്ളത് എന്താ, L1, L2, L3 ഇങ്ങനെ 3 ഘട്ടങ്ങളിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂ. പ്രേക്ഷകർക്കറിയാം, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് ആദ്യമായിട്ട് നമുക്കൊരു നാഷണൽ ഡിസാസ്റ്റർമെൻറ്റിൻ്റെ ലെവലിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. ആ സമയത്തൊരു പാനൽ ഉണ്ടാക്കി അത് 2001 സമർപ്പിച്ച് അത് 2007 16 2 പ്ലാൻ ഗൈഡ് ലൈൻസിലാണ് അത് വരുന്നത്. ലെവൽ 1 എന്താ, ഡിസ്ട്രിക്ട് തലത്തിലുള്ള കലാമിറ്റിയാണ്. ഇത് അല്ല, ലെവൽ 1 കലാമിറ്റി അല്ല, ജില്ലാതല അടിസ്ഥാനത്തിൽ നടന്നതല്ല. L2 ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ L2 പോകും. ഇതത് പറ്റുന്നതല്ല. നമ്മുടെ മുന്നിൽ തൊട്ടുമുമ്പിൽ നടന്ന കവളപ്പാറ, പെട്ടിമുടി, ദെൻ പുത്തുമല, ഏറ്റവും 3 അതിന് മുമ്പ് നടന്ന 2018 പ്രളയം. ആ 2018 പ്രളയം L3 കാറ്റഗറിയിൽപ്പെട്ട കലാമിറ്റി ആയിരുന്നു. കാരണം എന്താ, അന്ന് 400-ലധികം ആളുകൾ മരിക്കുകയും കേരളം ഒന്നാകെ ആ പ്രളയത്തിലാവുകയും ചെയ്തു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 218 പേരുടെ മരണം സ്റ്റേറ്റ് ഔദ്യോഗികമായി പറയുന്നു. 220ഓളം ആളുകളെ കാണാനില്ല എന്ന് പറയുന്നു. 2 കണക്കും കൂടെ വന്നാൽ 400-നപ്പുറത്തേക്ക് പോകും. അതായത് 2018 ആൾ ദുരന്തത്തിനും അപ്പുറത്തേക്ക് പോകുന്നൊരു കണക്കാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. അപ്പോൾ ഇത് L3 ലെവലിലുള്ള ഒരു കലാമിറ്റിയാണ്. ആ L3 ലെവലിലുള്ള കലാമിറ്റി ആയിട്ട് അത് സ്റ്റേറ്റ് പ്രഖ്യാപിക്കും. അതിന് സ്റ്റേറ്റിന് ഒരു പ്രൊസീജിയർ, നാഷണൽ ലെവലിൽ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം വന്നു കഴിഞ്ഞാൽ NDRFൽ നിന്ന് കൂടി നമുക്ക് ഫണ്ട് കിട്ടും. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ രീതിയിൽ നമുക്കിതിനെ പുനരധിവസിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒന്ന്, ഭക്ഷണ വിവാദം അതൊരു അനാവശ്യമായ വിവാദമാണ് എന്നതാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നാഷണൽ കലാമിറ്റി കേന്ദ്രത്തെയും ഈ ഘട്ടത്തിൽ പഴിചാരേണ്ടതില്ല. അത് ആ സമയത്ത് കൃത്യം കൊടുക്കേണ്ടതാണ്. L3 ലെവലിലാണ് അതിനെ കാറ്റഗറി ആയിട്ട് പ്രഖ്യാപിക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ യഥാർത്ഥത്തിൽ ആളുകൾ ജീവിച്ചിരുന്നത് മതിലുകളില്ലാത്തൊരു ലോകത്താണ് ജീവിച്ചിരുന്നത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഈ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ ഏറെ അഹങ്കരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ജിതിക എന്നോട് പറഞ്ഞു, ആ ജിതിക അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. ജിതിക അവിടെ നിന്ന് പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരും പറയും നിങ്ങൾ എൻ്റെ നാട്ടിലോട്ട് വാ, ഞങ്ങളുടെ നാട്ടിലോട്ട് വാ, അവിടുത്തെ പുഴ നിങ്ങൾ കാണ്, അവിടുത്തെ അമ്പലം കാണ്, അവിടുത്തെ ബഷീർക്കായുടെ കടയിൽ പോയിട്ട് പരിപ്പോടയും ചായയും കുടിക്കുക, അവിടെ നിങ്ങൾ വന്നിട്ട് മുണ്ടക്കൈയിലേക്ക് പോ, പുഞ്ചിരിമട്ടത്ത് പോ, ഇവിടെ വന്ന് താമസിക്കുക, രാവിലെ കോടമഞ്ഞിറങ്ങുന്നത് കാണാം, ചെറിയ ചാറ്റൽ മഴ പെയ്താൽ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് വിചാരിക്കും. അങ്ങനെ അഹങ്കരിച്ചിരുന്നൊരു പ്രദേശം, മതിലുകളില്ലാതെ മനുഷ്യർ ഇഴുകിച്ചേർന്ന് പ്രകൃതിയോട് ജീവിച്ചിരുന്നൊരു പ്രദേശമാണ്. ഇപ്പോഴും നമുക്ക് ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴും ആ ഭംഗി ഇപ്പോഴും കാണാൻ പറ്റും അവിടെ. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാം തകർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുത്തുമലയിലെ പോലെ ചിതറിപ്പോകും. 50 പേർക്ക് അവിടെ കൊടുത്തു, പക്ഷേ എന്നാലും ബാക്കിയുള്ള ആൾക്കാർ, പെട്ടിമുടിയിലാണെങ്കിലും ഒക്കെ ആൾക്കാർ ചിതറിയാണ് അവരുടെ പുനരധിവാസം നമുക്ക് ഒരുക്കാൻ സാധിച്ചത്. ഇവർ ചിതറാത്തൊരു സമൂഹമായിട്ട് അവരെ കൈപിടിച്ച് ഉയർത്താൻ കഴിയുമെന്നാണ് ചോദിച്ചത്. അവിടെയാണ് ഈ ടൗൺഷിപ്പിൻ്റെ പ്രസക്തി. മുഖ്യമന്ത്രി അത് മുന്നോട്ട് വെച്ചു. ആന്റോ ഗസ്റ്റ് അതിന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞു. നമ്മളൊരു അറ്റംപ്റ്റ് എന്ന രീതിയിൽ അത് ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഒരുപാട് എഫേർട്ട് എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഒരു ഷോർട്ട് ടേം വേണം. ഇപ്പോൾ ആൾക്കാർ ചോദിച്ചോളൂ, ഞങ്ങൾ എങ്ങോട്ട് പോവും, ഇത് എത്ര കാലം ഇങ്ങനെ തുടരാൻ പറ്റും? കാര്യം അവിടെ താൽക്കാലികമായി ക്രമീകരിച്ചിരിക്കുന്ന ശുചിമുറികളും ഒക്കെയാണ്, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. പുറത്ത് പോയി അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കഴുകുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു. ഇതുവരെ ഏറ്റവും സാധ്യമായത് രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ മാതൃക കേരളം സൃഷ്ടിച്ചു. ഇനി നമ്മൾ സൃഷ്ടിക്കേണ്ടത് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള പുനരധിവാസത്തിൻ്റെ കാര്യത്തിലാണ്. ആ പുനരധിവാസത്തിനൊരു മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിന് പറ്റിയാൽ അത് പുത്തുമല മാതൃകയ്ക്കും മുകളിൽ നിൽക്കുന്നൊരു മാതൃകയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിന് ഇത്തരം എഫേർട്ടുകൾ ആവശ്യമുണ്ട്. തീർച്ചയായും പ്രേക്ഷകരടക്കമുള്ളവരുടെ പിന്തുണയും ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ഒരു ഘടകം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിൽ എത്ര ഫ്രീക്വൻ്റായിട്ടാണ് ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പുത്തുമലയുണ്ടായത് 2019, 2020 പെട്ടിമുടി, അല്ലേ? 2024 ആകുമ്പോഴേക്കും അടുത്തത് പൊട്ടുന്നു. 1984 അതിന് മുൻപ് പൊട്ടുന്നു, അല്ലേ? അപ്പോൾ തുടർച്ചയായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ഏറ്റവും നമ്മളെ കുഴയ്ക്കുന്നൊരു ചോദ്യം, ഈ അതിതീവ്ര മഴ എന്നുള്ളത് നമ്മൾ എന്നാ കേട്ടു തുടങ്ങിയത്? നമ്മൾ പണ്ട് നാട്ടുകാർ പറയുമല്ലോ, ഇന്നിപ്പോൾ ഞാൻ ഏതോ ഒരു മാഗസിൻ വായിക്കുമായിരുന്നു, ഒരു തോർത്തുമുണ്ട് കൊണ്ട് വീശിയാൽ തീരാവുന്ന ഉഷ്ണവും അതേ തോർത്തുമുണ്ട് കൊണ്ട് പുതച്ചാൽ തീരാവുന്ന തണുപ്പുമേ മലയാളിക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നത് മാറി. ഇന്ന് ആ അതിതീവ്ര മഴയുടെ ഇടവേളകൾ കുറഞ്ഞു. അത് മണ്ണിലേൽപ്പിക്കുന്ന സമ്മർദ്ദം കൂടി പശ്ചിമഘട്ട മലനിരകളിൽ ജീവിതം ഒരു ഭീരു സ്വപ്നമായി മാറി. അതുകൊണ്ടാണ് ഇവർ ആവശ്യപ്പെട്ടത്, മലനിരകൾക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊരു സമനിലത്തിൽ പേടി കൂടാതെ ഒരു കുഞ്ഞു വീട് ഞങ്ങൾക്ക് വേണം. അത് മാന്യവും ഡീസൻറ്റുമായൊരു ജീവിത രീതി ആയിരിക്കണം. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയാണ് പുനർനിർമ്മിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. അതിന് നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ടൗൺഷിപ്പിലൂടെ സാധ്യമാകും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ബാലകൃഷ്ണൻ.
എനിക്ക് അതിനകത്തൊരു ചെറിയ കാര്യം മാത്രമേ ആഡ് ഓൺ ചെയ്യാനുള്ളൂ. കാരണം ചിലപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദുരന്തമുഖത്ത് കേരളം ഒരു വലിയ മാതൃകയാണ്, സംശയമില്ല. കാരണം വെച്ചാൽ എവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങളൊക്കെ ഇപ്പം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതുപോലെ 2018 പ്രളയത്തിലാണെങ്കിലും 2019 പ്രളയത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഒന്നടങ്കം മലയാളികൾ അങ്ങോട്ടേക്ക് എത്തുകയും ഒരുമിച്ച് നിൽക്കുകയും ആ ദുരന്തത്തെ അതിജീവിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും സ്റ്റേറ്റ് അടക്കം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അതിനുശേഷം അല്പം മുമ്പ് അരുൺ പറഞ്ഞു നിർത്തിയതുപോലെ, ശ്രീ ആൻഡ്രു അഗസ്റ്റിനും പറഞ്ഞതുപോലെ, അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എത്രത്തോളം സക്സസ്ഫുൾ ആണ്. അതിപ്പോൾ പുത്തുമലയുടെ കാര്യത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആണോ കംപ്ലീറ്റ്ലി? പെട്ടിമുടിയുടെ കാര്യത്തിൽ സക്സസ്ഫുൾ ആണോ? അല്ലെങ്കിൽ ഈ പറയുന്ന കവളപ്പാറയുടെ കാര്യത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആണോ? പുനരധിവാസം എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു മാതൃക ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇപ്പം എനിക്കൊരു അനുഭവമുണ്ട്. ഇപ്പം ഞാൻ ഈ ലോകരാജ്യങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും അത് വളരെ പെട്ടെന്ന് അവർ അതിനോട് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും അതിനുശേഷം ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ഈ പറയുന്ന ഏറ്റവും ഈ ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രയോറിറ്റിയാണത്. ആ പ്രയോറിറ്റിയിലാണ് അവർ ഊന്നൽ കൊടുക്കുക. എത്രയും പെട്ടെന്ന് ആളുകളെ പുനരധിവസിപ്പിക്കും, അവരുടെ മറ്റ് ചികിത്സകളടക്കം മെൻ്റൽ ട്രോമയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അടക്കമുള്ള എല്ലാ ആക്ടിവിറ്റീസും അവർ നടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ 2005 US പോയപ്പോൾ, അതിന് മുമ്പാണല്ലോ ആ ട്വിൻ ടവേഴ്സ് ആക്രമിക്കപ്പെടുന്നത്. ഞാൻ ആ സ്ഥലത്ത് പോയി അത് കാണാൻ വേണ്ടി പോയപ്പോണ്ടല്ലോ ഒരു പൊടി പോലും ഇല്ല അവിടെ, ഒരു പൊടി പോലും അവശേഷിക്കുന്നത്. ഒരു വർഷം കൊണ്ട് അവരത് ക്ലിയർ ചെയ്തിട്ട്, ഇത്ര വലിയ കെട്ടിടമാണ്, അത് ക്ലിയർ ചെയ്തിട്ട് അവരവിടെ ഒരു മ്യൂസിയം ഒക്കെ ആക്കിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഒരു പൂന്തോട്ടം അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ മരടിൽ 2 ഫ്ലാറ്റ് പൊളിച്ചില്ലേ, എത്ര നാളായി? അവിടുത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് നടന്നിട്ടുണ്ടോ? പിന്നെ എന്തൊരു നിരുത്തരവാദിത്വമാണ് ഇത്തരം കാര്യങ്ങളിനകത്തുള്ളത്. അപ്പം നമ്മൾ ഈ പറയുന്ന ദുരന്തത്തെ അതിജീവിക്കാൻ നമ്മൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ദുരന്തത്തെ പ്രതിരോധിക്കാൻ നമ്മൾ കാണിക്കുന്ന അതേ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പക്ഷേ പുനരധിവാസ പ്രവർത്തനങ്ങളിലില്ല. അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി പലതായിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ശ്രദ്ധയും വയനാട്ടിലേക്ക് എന്ന് പറയുന്നത് സാധ്യമാണോ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വർഷത്തേക്ക് ഈ പറയുന്ന ചൂരൽമല ആ മേഖല മുഴുവൻ റീക്രിയേറ്റ് ചെയ്ത് കളയാം, അതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ് ഫംഗ്ഷൻ ചെയ്യാൻ കഴിയും? എനിക്കറിയില്ല. കാരണം മറ്റൊരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് അതിന് അഭിസംബോധന ചെയ്യേണ്ടി വരും. അതാണല്ലോ സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മന്ദഗതിയിലാവും. കുറച്ച് കഴിയുമ്പം ഇതിനോടുള്ള ശ്രദ്ധ കുറയും. അപ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും, പലതരത്തിലുള്ള പരാതികളുണ്ടാകും. മാധ്യമങ്ങൾ തന്നെ ഇനി എത്രത്തോളം അത് ശ്രദ്ധിക്കും? ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രീയമായ ഒരുപാട് ഡെവലപ്മെൻറ്റ് വരും, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പൊളിറ്റിക്കലി കുറേ ഇനിയിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്, ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. നാച്ചുറലി ഇതിൻ്റെയൊക്കെ ശ്രദ്ധ അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രമായ പ്രോജക്റ്റായി നിന്നുകൂടാ. അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ TV ഒരു പ്രോജക്റ്റ് വെച്ചു, അതുകൊണ്ട് ഇതിപ്പോൾ അംഗീകരിച്ചേക്കുന്നുള്ള മറ്റുള്ളൊരു വാദമുഖം അല്ല കേട്ടോ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് റിപ്പോർട്ടർ TVയുടെ മാത്രമാണെന്നില്ല. ആരൊക്കെ ഈ സംഭവവുമായി രംഗത്ത് വന്നിട്ടുണ്ടോ അവരെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മതി. ഗവൺമെൻറ് തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക, അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിങ് ഉണ്ടാക്കുക, എന്നിട്ട് ഈ പറയുന്ന മുഴുവൻ ആളുകളെയും അതുമായി ഇൻകോർപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ഒരു മാതൃക നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എനിക്ക് ഉറപ്പാണ് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ മുഴുവൻ ആളുകളെയും റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ഇഫേർട്ട് അല്ലാതെ ഗവൺമെൻറ് തന്നെ തീരുമാനിച്ച് ഗവൺമെൻറ് ഇത് നടപ്പാക്കാം എന്നാണ് പറയുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പല പ്രയോറിറ്റികളിൽ ഒന്ന് മാത്രമായിട്ട് ഇത് നിൽക്കും. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ശ്രദ്ധ കുറയും. ആ ശ്രദ്ധ കുറഞ്ഞാൽ അത് പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കും. പിന്നെ അതിൻ്റെ മറുപടികളും വാഗ്വാദങ്ങളും ഒക്കെ ആയിട്ടാണ് ഇതിങ്ങനെ പുരോഗമിക്കുക. അപ്പം ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ പറയുക, ഒരു PPP പോലൊരു സംവിധാനം വേണം, അല്ലേ? ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള ഒരു സംവിധാനത്തിലായിരിക്കണം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഭാഗം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എനിക്കൊരു സജഷൻ എന്ന് പറയാനായിട്ടുള്ളത്, പുനരധിവാസം എന്ന് പറയുന്ന കാര്യത്തിനകത്തായിരിക്കണം ഇനി ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ. അത് പ്രയോറിറ്റൈസ് ചെയ്യപ്പെടണം. ആ പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം അതൊരു PPP മാതൃകയിൽ നടപ്പാക്കി എടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ്. ആ പ്രോജക്റ്റ് നന്നായിട്ട് നടക്കും. വലിയ ആശ്വാസം വയനാടിനുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രുതി, Meet the editors.